ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 1. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. 2. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. 3. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. 4. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ആൻസർ ഓപ്ഷൻ ബി, 3 മാത്രം. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. 1. മൂഷകവംശകാവ്യം അതുലൻ. 2. തുഹ്ഫത്തുൽ മുജാഹിദീൻ മക്തി തങ്ങൾ. 3. കേരളപ്പഴമ ഹെർമൻ ഗുട്ടർ. 4. കേരളസിംഹം CV രാമൻ. ആൻസർ ഓപ്ഷൻ ഡി, 1, 3. 1 മൂഷകവംശകാവ്യം അതുലൻ. 3 കേരളപ്പഴമ ഹെർമൻ ഗുട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. ആൻസർ ഓപ്ഷൻ എ, ഗൗരി പാർവതിബായി. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം. ആൻസർ ഓപ്ഷൻ എ, പോർച്ചുഗീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആൻസർ ഓപ്ഷൻ സി, ആനി ബസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യരംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ആൻസർ ഓപ്ഷൻ എ, അരുവിപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ആൻസർ ഓപ്ഷൻ സി, മലബാർ. ക്വസ്റ്റ്യൻ, മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. ആൻസർ ഓപ്ഷൻ എ, പയ്യന്നൂർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്. ആൻസർ ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. അടുത്ത ക്വസ്റ്റ്യൻ, മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. ഓപ്ഷൻ സി, ചാന്നാർ ലഹള. അടുത്ത ക്വസ്റ്റ്യൻ, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ആൻസർ ഓപ്ഷൻ ഡി, രാമനമ്പി. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്. ആൻസർ ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, മലബാർ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, നിജാനന്ദ വിലാസം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, പയ്യന്നൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? ആൻസർ ഓപ്ഷൻ ബി, തൃശ്ശൂർ 1936. ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ ബി, അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് കറുപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്. ആൻസർ ഓപ്ഷൻ ഡി, സവർണ ജാഥ. ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം.
ആൻസർ ഓപ്ഷൻ ഡി 1949. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ആൻസർ ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമേത്? ആൻസർ ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമേത്? ആൻസർ ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവാര്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ക്വസ്റ്റ്യൻ, കന്യാകുമാരിയിലെ ശാസ്താംകോവിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ആൻസർ ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാര ഗുരുദേവൻ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ബി അയ്യങ്കാളി. ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ. 2 തൈക്കാട് അയ്യ സുബ്ബരായർ. 3 ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. ആൻസർ ഓപ്ഷൻ ഡി 2ഉം 3ഉം. 2 തൈക്കാട് അയ്യ സുബ്ബരായർ. 3 ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 ഡോക്ടർ പൽപ്പു. 2 ടി കെ മാധവൻ. 3 കെ പി കേശവമേനോൻ. ആൻസർ ഓപ്ഷൻ സി 2, 3. 2 ടി കെ മാധവൻ. 3 കെ പി കേശവമേനോൻ. ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 2 പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 3 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം. 1 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 3ാമത്തത് 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. 2 വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. 3 ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ആൻസർ
ഓപ്ഷൻ ബി 1, 2. 1. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. 2. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 2. ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. 3. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി 1, 3. 1. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 3. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. 1. കുഞ്ഞമ്പു നായർ. 2. ചിരുകണ്ഠൻ. 3. KCS മണി. ആൻസർ ഓപ്ഷൻ ബി 1, 2. 1 കുഞ്ഞമ്പു നായർ. 2 ചിരുകണ്ഠൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. ആൻസർ ഓപ്ഷൻ സി പട്ടം താണുപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ ഡി പയ്യന്നൂർ. ക്വസ്റ്റ്യൻ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. ആൻസർ ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 2. വാഗൺ ട്രാജഡി. 3. 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. 4. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കളായിരുന്നു. ആൻസർ ഓപ്ഷൻ സി 1, 3. 1 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 3 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ എ അയ്യങ്കാളി. ക്വസ്റ്റ്യൻ. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. എ. ക്ഷേത്രപ്രവേശന വിളംബരം. വൈക്കം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം. ബി. പാലിയം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരം. സി. ഗുരുവായൂർ സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരം. ഡി. വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരം. പാലിയം സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന വിളംബരം. പാലിയം സത്യാഗ്രഹം.